ബൽറാം, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ തിരികെ വരുമ്പോൾ അത് വലിയ ആഘോഷമാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ജയിലിലേക്ക് പോയ അരവിന്ദ് കെജ്രിവാൾ അല്ല തിരികെ എത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ കുറെ കൂടി കരുത്തനായ നേതാവായിട്ടാണ് തിരികെ എത്തുന്നത്. ഇത് എത്രത്തോളം ആത്മവിശ്വാസം നൽകും ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ മോചനത്തിനു വേണ്ടി കാത്തുനിന്ന ഇന്ത്യ കൂട്ടായ്മയ്ക്കും? ഗോപികൃഷ്ണൻ, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അവസാന വാക്ക് തന്നെയാണ് കെജ്രിവാൾ. അദ്ദേഹത്തിന് ഈ കേസിൽ അറസ്റ്റിലാകപ്പെട്ടതോടുകൂടി കൂടുതൽ കരുത്തനായിരിക്കുന്നു. പ്രതിപക്ഷ നിരയുടെ മുഴുവൻ നേതാവായി കെജ്രിവാൾ മാറിയിരിക്കുന്നു നിലവിൽ. അദ്ദേഹം പുറത്തിറങ്ങുന്നതോടുകൂടി പ്രചാരണ രംഗത്തും അത് ഏറെ ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടലാണ് ആം ആദ്മി പാർട്ടിക്കും ഒപ്പം ഇന്ത്യ സഖ്യത്തിനും ഉള്ളത്. നിർണായകമാകുന്നത് ഡൽഹിയിലെ 7 സീറ്റുകളിൽ തന്നെയാണ്. ഒപ്പമുള്ള സഖ്യമായി മത്സരിക്കുന്ന മറ്റ് സീറ്റുകളിലും കൂടാതെ പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് വേണ്ടി എല്ലാം തന്നെ കെജ്രിവാൾ പ്രചാരണത്തിന് ഇറങ്ങും എന്ന ഉറപ്പാണ്. ഇതിലൂടെ കെജ്രിവാളിന് നൽകുന്ന സന്ദേശം അദ്ദേഹം പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ കാരണമായി ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയമായി ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഇനി ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത്. കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് അത് വലിയ ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് ആകസ്മികമായി കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം കോടതി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ, വിധി പറയുന്ന ഘട്ടത്തിൽ സുനിത കെജ്രിവാൾ ഈ തിഹാർ ജയിലിൽ എത്തിയിരുന്നു. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് കെജ്രിവാളിനുമായി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സുനിത കെജ്രിവാൾ. ആ ഘട്ടം മുതൽ അവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ജയിലിലേക്ക് മറ്റ് പ്രവർത്തകർ കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും വലിയ ഘോഷയാത്രയായി തന്നെ കെജ്രിവാൾ പുറത്തിറങ്ങുക, തുടർന്ന് ഡൽഹിയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണ റാലി തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ നിലവിലുള്ള ലക്ഷ്യം എന്നുള്ളത്. അതിൻ്റെ സമയക്രമവും മറ്റും അന്തിമ സമയക്രമം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ആസൂത്രണം സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു ആഘോഷ പരിപാടിയായി അതിനെ മാറ്റുക, ഇതിലൂടെ ഈ കേസിലൂടെ ഉണ്ടാക്കിയ കളങ്കം അതിനെ കോടതി വിധിയിലൂടെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടിയായി കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് മാറ്റാനാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം വരും ദിവസങ്ങളിൽ താഴെത്തട്ടിൽ തന്നെ കെജ്രിവാൾ പ്രചാരണത്തിന് ഇറങ്ങും ഡൽഹിക്കൊപ്പം മറ്റിടങ്ങളിലും അദ്ദേഹം പ്രചാരണത്തിനായി എത്തും. ഇനി ബാക്കിയുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരും വരെ അദ്ദേഹത്തിന് ജാമ്യം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ കോടതി അത് അംഗീകരിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാകും വരെയാണ് അദ്ദേഹത്തിന് ജാമ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ശരി ബൽറാം, കുറെ കൂടി കരുത്തനായ അരവിന്ദ് കെജ്രിവാൾ തിരികെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അതിന്റെ അടിത്തട്ടിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളും അരവിന്ദ് കെജ്രിവാൾ. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും ആം ആദ്മി പാർട്ടി കടന്നു കഴിഞ്ഞു. വലിയ ആഘോഷ പരിപാടികളോട് കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവിനെ കൊണ്ടാടാൻ പാർട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും അന്യായമായി തടവിലാക്കപ്പെട്ട ആൾ എന്ന നിലയിലുള്ള ഒരു പ്രതിച്ഛായയിലായിരിക്കും ആ ആഘോഷ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക, പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു കഴിഞ്ഞിരിക്കുന്നു.